മേലാറ്റൂരിൻ്റെ വളരെയധികം വലിയൊരു വികസനത്തിന് വേണ്ടി ഇന്നിവിടെ നമ്മുടെ സന്തോഷ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സന്തോഷ് ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊക്കെ 10-25 വർഷമായിട്ട് സ്ഥിരം അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നതും ഈവനിങ് ടീ ഒക്കെ അവിടുന്ന് കഴിക്കുന്നതൊക്കെയാണ് 10 വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ എല്ലാവരുടെയും സഹകരണം എല്ലാ സമയത്തും ഉണ്ടായിരിക്കണമെന്നും വളരെ വിനീതമായിട്ട് സന്തോഷ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏവർക്കും നമസ്കാരം. സന്തോഷ് ബേക്കറി 40 വർഷങ്ങളായി മേലാറ്റൂരിൻ്റെ മണ്ണിൽ ഏറ്റവും വിജയപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ്. ഇപ്പോൾ അത് കുറച്ചും കൂടെ വിപുലമായി സന്തോഷ് ബേക്ക് ഹൗസ്, അതായത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ രൂപത്തിൽ ഇവിടേക്ക് പുതിയതായിട്ട് ഇനാഗുറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ ഹോസ്റ്റലിലാണ്, അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് മേലാറ്റൂർ വരികയാണെങ്കിൽ ഫുഡ് മേടിച്ചുകൊണ്ട് വരണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി അതേപോലെ തന്നെ ടേസ്റ്റുള്ള ഫുഡാണ്. ഇവിടെ വന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കണം. നമസ്കാരം, ഞാൻ സന്തോഷ് ബേക്ക് ഹൗസിൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് മേലാറ്റൂരിൽ തന്നെ നിന്നായിരുന്നു ഫുഡെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏത് തരം ഫുഡ് ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ഇത്രയും കാലം ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് പെരിന്തൽമണ്ണയൊക്കെ ആയിരുന്നു തിരക്ക് മൂലം. പക്ഷേ ഇന്ന് ഇവിടെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി വളരെ നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടിയാണ് മേലാറ്റൂരിലെ ഈ ഒരു സന്തോഷ് ബേക്ക് ഹൗസ് റെസ്റ്റോറൻറ്റ് കാണാൻ കഴിയുന്നത് എനിക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിശ്വസിച്ച് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. എല്ലാവിധ ഭാവങ്ങളും ഞാൻ സന്തോഷ് ബേക്ക് ഹൗസ് റെസ്റ്റോറൻറ്റ് നേരുന്നു. ഈ ബേക്കറി മലപ്പുറം ജില്ലയിലെ ബേക്കറി രംഗത്ത് ഒരു പുത്തൻ ഉണർവും ഫാഷനുമാണ്. കാരണം ഇത്രയും വിശാലമായ ഒരു ബേക്കറി മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ്. ഈ മേലാറ്റൂരിന് ഇത് ഒരു മുതൽക്കൂട്ടാകട്ടെ. സന്തോഷ് ബേക്കറിയെ കുറിച്ച് ഞാനിവിടെ ഈ നാട്ടിൽ വന്നിട്ടാകെ 2 മാസമായിട്ടുള്ളൂ. എങ്കിൽ പോലും ഒത്തിരി ആളുകൾ പറഞ്ഞ് നല്ല പരിചയമുണ്ട്. എങ്കിലും ഞാനിവിടെ മിക്കവാറും വരാറുണ്ട്. ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെയും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫുഡ്, അതുപോലെ തന്നെ എല്ലാവരും സംതൃപ്തരാകുന്ന രീതിയിൽ ഇവിടുത്തെ ഇടപെടലും എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഞാനിരിക്കുന്ന പള്ളി പാതിരിക്കോട് സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ്. അപ്പോൾ ആ ഇടവ അംഗങ്ങൾ ഒക്കെയും ഇങ്ങനെ തന്നെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു ബേക്കറി ഇവിടെ സന്തോഷ് ബേക്കറിയാണ്. പുതിയ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ആരംഭിച്ചത്. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരും. ഞങ്ങൾ സന്തോഷ് ബേക്കറി പറഞ്ഞാൽ സ്ഥിരം കസ്റ്റമറാണ് ഇവിടുത്തെ. ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ പഴയ ഷോപ്പിലൊന്നും വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഭയങ്കര വലിയ ഷോപ്പായിട്ട് എല്ലാം ഒതുങ്ങിയ ബേക്കറി ഉണ്ട്, സ്നാക്സ് ഉണ്ട്, ഡെസേർട്ട്, ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. മറ്റേത് ഞങ്ങൾ പെരിന്തൽമണ്ണ പോയിട്ടാണ് ഫുഡൊക്കെ കഴിക്കാറില്ല. ഇനി എന്തായാലും ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇവിടെ തന്നെ എല്ലാം ഉണ്ടാവുകൊണ്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. എന്തായാലും അടിപൊളിയാണ്. സന്തോഷ് ബേക്കറി മേലാറ്റൂരുകാരുടെ ഒരു വികാരം എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. ഞങ്ങൾ മേലാറ്റൂർ വന്നാൽ സന്തോഷത്തിന് ചായ കുടിക്കാതെ തിരിച്ചു പോകാറില്ല. പിന്നെ നല്ല സർവീസാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അവരോട് നേരിട്ട് പറയാം. നല്ല സർവീസാണ്. ഇവിടുത്തെ സ്നാക്സ് എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ്. കാരണം അടിപൊളി സ്നാക്സാണ്. വെറൈറ്റികളുണ്ട്. നമ്മൾ കഴിക്കൽ എഗ് പപ്സ്, അത് അടിപൊളിയാണ്. വേറെ എവിടെ പോയാലും ഈ ഒരു ടേസ്റ്റിൽ കിട്ടൂല. അടിപൊളിയാണ്. പിന്നെ സ്നാക്സ് ആണെങ്കിലും നല്ല നല്ല വെറൈറ്റികളുണ്ട്. അടിപൊളി ഷോപ്പാണ് സന്തോഷ് ബേക്കറി. ഇനി ഇതും അങ്ങനെ തന്നെ ആവട്ടെ. നമ്മളിവിടെ ഒരുപാട് വർഷമായിട്ട് സന്തോഷ് ബേക്കറിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചിപ്സ് ഐറ്റംസ് ആണെങ്കിലും അതുപോലെ ഹൽവ. ഇപ്പോൾ നമ്മൾ ആക്ച്വലി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനൊരു സംരംഭത്തിന് വേണ്ടിയിട്ട്. എന്തായിരുന്നാലും സൂപ്പറാണല്ലോ. പിന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ ടേസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവരെ ബേക്കേഴ്സാണ്. ബേക്കേഴ്സ് ഒന്നും ഒരു രക്ഷയില്ല. ഇത് നമ്മളാരും പറയേണ്ട ആവശ്യമില്ല. ഒരു മേലാറ്റൂരോ അല്ലെങ്കിൽ പാണ്ടിക്കാടോ കരുവാടിൻ്റെ എല്ലാ ആളുകൾക്ക് അത്രയും സുപരിചിതമാണ്. പിന്നെ അവരൊരു പുതിയ സംരംഭം, പുതിയൊരു കാൽവെപ്പാണ് റെസ്റ്റോറൻറ്റ് മേഖല. അത് ഞങ്ങൾ കഴിച്ച സാധനത്തിനെ കുറിച്ച് പറയാം. നിങ്ങൾ മിസ്സാക്കേണ്ട ഒരു സാധനമല്ല ബിരിയാണി. നമ്മൾ കഴിച്ച ചിക്കൻ ബിരിയാണി, അത് തന്നെ ടോപ്പ്. അതിന്റെ മസാല, ബിരിയാണിന്റെ മസാല. ഞാൻ ആദ്യം വന്നിരിക്കുമ്പോൾ തന്നെ അച്ചായനോട് ചോദിച്ചൊരൊറ്റ കാര്യമുണ്ട്, അച്ചായ ബിരിയാണി സൂപ്പറാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ ഘടകമാണ് എന്നാണ്. പക്ഷെ അത് വളരെ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയതും നമ്മളൊപ്പം വന്ന ആളുകൾക്ക്. മസാല, അതുപോലെ ഇവരെ ഈ ചെറിയ ചമ്മന്തി, ഈ ടച്ചപ്പുകൾ അല്ലേ, ടോപ്പാണ്. ബിരിയാണി നിങ്ങൾ എന്തായാലും ബാക്കി നിങ്ങളെല്ലാം കഴിച്ചു നോക്കിക്കൊണ്ട് ബിരിയാണി മിസ് ചെയ്യണ്ട. നമസ്കാരം. മേലാറ്റൂർ സന്തോഷ് ബേക്കറി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള, മേലാറ്റൂരിനോട് കൂടെ വളർന്ന, മേലാറ്റൂരുടെ ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഒരു സ്ഥാപനം. എന്നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം
സ്ഥാപനത്തെയും സ്ഥാപന മേധാവികളെയും അടുത്തറിയുന്ന ഒരാളാണ്. ഇതിലെ ഭക്ഷണങ്ങളാണെങ്കിലും ഇതിൻ്റെ വ്യത്യസ്തമായ രുചിയാണെങ്കിലും അതൊക്കെ ജനങ്ങളുടെ ഹൃദയത്തെ ആണ് അത് സ്വാധീനിച്ചിട്ടുള്ളത്. അത്രമാത്രം അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ വ്യക്തിബന്ധങ്ങളും ജനങ്ങളുമായിട്ടുള്ള ഇടപഴകലും അവരുടെ സൗമ്യമായ പെരുമാറ്റങ്ങളും അതാണ് ഈ സന്തോഷ് ബേക്കറി ഫാമിലിയെ അല്ലെങ്കിൽ ഈ സംരംഭത്തെ മേലാറ്റൂരിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. സന്തോഷമുണ്ട് അവരുടെ പുതിയൊരു സ്ഥാപനം ഇവിടെ തുടക്കം കുറിച്ചതിൽ. എല്ലാവിധ സഹകരണവും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. വളരെ ഉന്നതങ്ങളിലേക്ക് ഇതിനെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. I